HMP വൈറസിന്റെ ആശങ്കകൾ രാജ്യത്ത് പടരുന്നതിനിടയിൽ രോഗവ്യാപനത്തിൽ വ്യക്തത വരുത്തി ലോകാരോഗ്യ സംഘടന. ശൈത്യകാലത്ത് സാധാരണ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ള പകർച്ചവ്യാധിയാണ് HMPV എന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ഭൂരിഭാഗം പേരിലും ജലദോഷം പോലെ നേരിയ അണുബാധ മാത്രമാണ് ഉണ്ടാവുക എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ചൈനയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ HMPV പടരുന്നുവെന്ന പ്രചരണത്തിനിടെയാണ് ലോകാരോഗ്യ സംഘടനയുടെ വിശദീകരണം. സീസണൽ ഇൻഫ്ലുവൻസ, റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ തുടങ്ങിയവ അപകടകാരികളല്ലാത്ത സ്ഥിരം ശൈത്യകാല രോഗങ്ങളാണ്. അപൂർവം ചില കേസുകളിൽ മാത്രമാണ് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങളിലേക്ക് ഇവ എത്തുന്നത്. എന്നാൽ ഇത്തവണ അത്തരം അസാധാരണ വ്യാപനം ആഗോളതലത്തിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചൈനയിൽ HMPV വ്യാപകമായി പടരുന്നുവെന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നുമുള്ള സമൂഹ മാധ്യമ റിപ്പോർട്ടുകളും ലോകാരോഗ്യ സംഘടന തള്ളി. ചൈനയിലെ ആരോഗ്യ പ്രവർത്തകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള രോഗബാധ ഉണ്ടായിട്ടില്ലെന്ന് ചൈനീസ് അധികൃതർ അറിയിച്ചതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചാളുകൾ മാത്രമേ ആശുപത്രിയിലുള്ളൂ. ഇപ്പോൾ HMPV വൈറസിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്നും ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. നിലവിൽ യാത്ര, വ്യാപാര നിയന്ത്രണങ്ങളുടെ ആവശ്യമില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. HMPV പുതിയ വൈറസ് അല്ലെന്നാണ് സംഘടനയിലെ ഡയറക്ടറായ മാർഗറ്റ് ഹാരിസ് പറയുന്നത്. അതിന്റെ പേര് അസാധാരണമാണ്, എന്നാൽ പുതിയ വൈറസ് അല്ല. 2001 വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. ദീർഘകാലമായി മനുഷ്യരോടൊപ്പം വൈറസ് ഉണ്ട്. ശൈത്യകാലത്തും ശരത്കാലത്തുമാണ് വൈറസ് സാധാരണയായി പടരുക. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാവും HMPVക്കും ഉണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശ്വാസകോശ രോഗികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ. കോവിഡ് പോലെ ഭീഷണി ഉയർത്തുന്ന മറ്റൊരു പകർച്ചവ്യാധി എന്ന രീതിയിലാണ് HMPVയെക്കുറിച്ച് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പുതിയ രോഗമല്ല. ഏകദേശം 50 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടുപിടിച്ച ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ചൈനയിൽ അടുത്തിടെ ഇൻഫ്ലുവൻസ കേസുകളും ന്യൂമോണിയ കേസുകളും കൂടുതലായി റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ HMPVയും കണ്ടെത്തി എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന വാർത്ത കൂടെ വന്നതോടെ പൊതുജനങ്ങളുടെ ആശങ്ക 10 മടങ്ങായി വർദ്ധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ആശങ്കയുള്ള സാധ്യതകളൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വൈറസാണിത്. രാജ്യത്തെമ്പാടും അനാവശ്യ ഭീതി പരത്തുന്ന HMPV വൈറസ് ലോകത്താദ്യമായി കണ്ടെത്തുന്ന രോഗമോ പുതിയ മഹാമാരിയോ അല്ലെന്ന് ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ലെന്നും IMA കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ഇബ്രഹാം, IMA കൊച്ചി സയന്റിഫിക് കമ്മിറ്റി ചെയർമാനും മുഖ്യ വക്താവുമായ ഡോക്ടർ രാജീവ് ജയദേവൻ, ഡോക്ടർ MI ജുനൈദ് റഹ്മാൻ, IAP മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, IAP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M നാരായണൻ എന്നിവർ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വരുന്ന തെറ്റായ വാർത്തകളാണ് ഭീതിയിലാഴ്ത്തുന്നത്. പണ്ട് മുതലേയുള്ള ഈ രോഗം പലർക്കും വന്നിട്ടുണ്ടാകാം. ചൈനയിലെ ആശുപത്രികളിൽ സാധാരണയുണ്ടാകുന്ന തിരക്കിന്റെ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും മഹാമാരിയെന്ന് കാട്ടി അനാവശ്യ ഭീതി പരത്തുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. ഇന്ത്യയിലേതുപോലെയല്ല ചൈനയിലെ ചികിത്സാരീതി. ഇന്ത്യയിൽ ജലദോഷമോ പനിയോ വന്നാൽ അടുത്തുള്ള ചെറിയ ക്ലിനിക്കുകളിലാണ് ആദ്യം കാണിക്കുക. ചൈനയിൽ വലിയ ആശുപത്രിയിലാണ് എത്തുന്നത്. ഒപ്പം ഡ്രിപ്പിടുന്നതും ശീലമാണ്. ചൈനയിൽ ശൈത്യകാലമാണിപ്പോൾ. ഈ സമയത്താണ് രോഗം കൂടുതലാകുന്നതും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.